കേജ്രിവാളിന്റെ രാജി ഒരു സ്ഥാനത്യാഗമാണോ അതോ രാഷ്ട്രീയ തന്ത്രമോ? ഫയൽ നോക്കാനാകാതെ ഓഫീസിൽ കയറാനാകാതെ എങ്ങനെ ഭരിക്കും? ജാമ്യവ്യവസ്ഥകൾ കർശനമായതുകൊണ്ടാണോ മറ്റു പേരിലേക്ക് ചർച്ച പോകുന്നത്? ജനവിധിക്ക് കാക്കുകയെന്ന് പറഞ്ഞുള്ള ധാർമ്മിക പരിവേഷം തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്നതാണോ കേജ്രിവാളിന്റെ പ്രതീക്ഷ? മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നീക്കങ്ങളിലെ രാഷ്ട്രീയം പ്രകടമാണെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ അനുകൂല വികാരമുണ്ടാക്കാൻ കേജ്രിവാളിനെ സഹായിച്ചിട്ടുണ്ടോ? രാജിക്കൊടുവിൽ ആപ്പിനെ കാത്തിരിക്കുന്നത് എന്ത്? ചർച്ചയിൽ ആം ആദ്മി പാർട്ടി പ്രതിനിധി അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ GV ഹരി, BJP നിന്നും ഷാജി രാഘവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ആദ്യം ആ പ്രതിനിധിയിലേക്കാണ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, നാളെ ഇപ്പോൾ രാജിക്കത്ത് നൽകുന്നു. ലഫ്റ്റനന്റ് ഗവർണറെ കാണാനുള്ള സമയം തേടിയിട്ടുണ്ട്. നാളെ 4:30 സമയം ഫിക്സായി എന്നാണ് കേൾക്കുന്നത്. ഈ രാജി കൊണ്ട് എന്താണ് കേജ്രിവാൾ നൽകുന്ന സന്ദേശം? അങ്ങനെയെങ്കിൽ ഈ രാജി കേന്ദ്ര സർക്കാരിനെതിരായ ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് എങ്കിൽ ജയിലിൽ കൊണ്ടാകാമായിരുന്നല്ലോ. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമുള്ള ഈ രാജി എന്തിന്റെ സൂചനയാണ്? ഈ രാജി കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? കേൾക്കുന്നില്ല. ആ ചിത്രീകരണം ഒന്നുകൂടി തുടക്കം മുതൽ പറയാമോ? ശബ്ദം ആദ്യം ക്ലിയർ ആയിരുന്നില്ല. വീണ്ടും ഓഡിയോ കട്ടാവുന്നു. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഒന്ന് റേഞ്ച് ശ്രദ്ധിക്കണം, ശബ്ദം വ്യക്തമല്ല. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ഡോക്ടർ GV ഹരി, നിങ്ങൾ ആപ്പിൻ്റെ ഈ നിലപാടിനെ, കേജ്രിവാളിൻ്റെ രാജിയെ നേരത്തെ തന്നെ വിമർശിച്ചതാണ്. പക്ഷേ എന്തിനായിരിക്കാം ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത്? കേജ്രിവാളിന് പകരം മറ്റൊരു പേരിലേക്ക് പോയാൽ അത് ആപ്പിന് ഗുണം ചെയ്യും എന്നാണോ അവർ കരുതുന്നത്? കോൺഗ്രസ് ഇതിനെ എങ്ങനെ കാണുന്നു? ഒരു രാഷ്ട്രീയ തന്ത്രമാണോ? സ്മൃതി, നമ്മൾ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൊരു നിലപാട് ഈ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹി ഘടകം നൽകിയിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ കേസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അന്വേഷണം, ഞങ്ങളതിനെ ഇടയ്ക്ക് വിമർശിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം താങ്കൾക്കറിയാവുന്നതുപോലെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുകയും അതിനെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് കണ്ടെത്തേണ്ടത് ഗവൺമെൻറ് ഏജൻസീസാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ED ആണെങ്കിലും ശരി തന്നെ, CBI ആണെങ്കിലും ശരി തന്നെ, അതിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ആ കേസിൽ മെറിറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതുവരെ അവർ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ട് അവർക്ക് പൂർണ്ണമായി ആ കാര്യത്തിനകത്ത് ഒരു തെളിയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി അവരെ സഹായിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാജിവെക്കുന്നതും രാജിവെക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഓരോരുത്തരുടെയും വ്യക്തികളുടെ ജനങ്ങളോടുള്ള അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ UPA ഭരിച്ചിരുന്ന സമയത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഇതുപോലുള്ള പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ കേസെടുത്തിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, അവരെ പുറത്താക്കിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. അഴിമതിക്കെതിരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഉള്ള ആളുകളൊക്കെ തന്നെ കൃത്യമായി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ രാജിവെച്ചിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ അദ്ദേഹത്തെ ജയിലിലടക്കുകയും, നമുക്കറിയാവുന്ന പോലെ കേജ്രിവാൾ ജയിലിലടക്കപ്പെട്ടിട്ട് പോലും അദ്ദേഹം അവിടെ അത് രാജിവെക്കാതെ തുടരുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ തുടരുകയും ഒക്കെ ചെയ്തത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായി അദ്ദേഹം രാജിവെക്കാൻ തീരുമാനിക്കുന്നു. എന്തായാലും അത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് അത് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ ശേഷം മാത്രമേ വിലയിരുത്താൻ കഴിയുള്ളൂ. കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി മുന്നോട്ട് കൊണ്ടുപോകണമോ, അദ്ദേഹത്തിനെ വീണ്ടും തിരഞ്ഞെടുക്കുമോ എന്നൊക്കെ ഉള്ളത് രാജ്യത്ത് അവിടുത്തെ ഡൽഹിയിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്തുള്ള പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല, ഒരു വെള്ളം ചേർക്കലുമില്ല.
അഴിമതിക്കെതിരായിട്ട് എല്ലാ കാലത്തും ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയപരമായി തന്നെ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ തന്നെ ഒരുപാട് കേസുകളിൽ പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി വരെ അടക്കമുള്ള നേതാക്കന്മാർക്ക് 10-48 മണിക്കൂർ ഇഡിയുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെറും കടലാസ് കൂലികളാണ് എന്നുള്ളത് പിന്നീട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ഗുണം ഉണ്ടാക്കുന്നത് ഒരു കാലത്തും ഒരു ഗുണവും, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് രാജ്യത്തിന് ഗുണകരമാകില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗുണമാകില്ല. അത് കുറേ കാലമായി BJP ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള നിലപാടുകൾ നമ്മൾ എല്ലാ കാലത്തും എടുത്തിട്ടുമുണ്ട്. ശരി, ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. നാളെ രാജിക്കത്ത് നൽകുന്നു, ലഫ്റ്റനന്റ് ഗവർണറെ കാണാനിരിക്കുന്നു, തന്നോടൊപ്പം തന്നെ മന്ത്രിസഭയും രാജിവെക്കും, സഭയിൽ വിശ്വാസം തേടും, അതിനുശേഷം പുതിയ മന്ത്രിസഭ വരട്ടെ, പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകും, അതിനുശേഷം പുതിയ മന്ത്രിസഭ വരട്ടെ എന്നാണ് ഇപ്പോൾ കേജ്രിവാൾ പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയ തന്ത്രമാണോ? ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് എക്കാലത്തും കേജ്രിവാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ജാമ്യത്തിലിറങ്ങി പ്രചാരണം നടത്തി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒരു തരത്തിലും ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ജനം തീരുമാനിക്കട്ടെ, ജനവിധി വരട്ടെ എന്ന രൂപത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും പുതിയൊരു മുഖ്യമന്ത്രിയെ അവിടെ അവരോധിക്കുകയും ചെയ്തത് ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഡോക്ടർ മോഹൻ വർഗീസ് കാണേണ്ടത്. ബാക്കി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം അവിടെ വേറെ നിൽക്കുന്നു. അത് എങ്കിൽ പോലും തീർച്ചയായിട്ടും സ്മൃതി, ഇതൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം പാളിപ്പോയ ഒരു തന്ത്രം, അത് സ്വല്പം കൂടി അലകും പിടിയുമെല്ലാം മാറ്റി അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി കസേറ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ജാമ്യ കാലാവധിയിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയത്. ഡൽഹിയിലും മറ്റു ഉത്തർപ്രദേശിലും എല്ലാം അദ്ദേഹം പ്രചരണം നയിച്ചു. അപ്പോൾ ലഭിക്കാതിരുന്ന ഒരു ആനുകൂല്യം ഇപ്പോൾ ലഭിക്കണമെങ്കിൽ, കോൺഗ്രസിന് ആനുകൂല്യം ലഭിച്ചില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ, അത് 2 സ്ഥലങ്ങളിലാണ്, ഒന്ന് ഡൽഹി, 2 പഞ്ചാബ്. ഈ 2 സംസ്ഥാനത്തും പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടി ഭരണത്തിലാണ്. ആം ആദ്മി പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം 2024 മെയ് മാസം അദ്ദേഹം ജാമ്യം ലഭിച്ച്, ഇടക്കാല ജാമ്യം ലഭിച്ച് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി 4 സീറ്റിൽ ഡൽഹിയിൽ മത്സരിച്ച് 4ലും പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ്. കോൺഗ്രസുമായി സഹകരിച്ചാണ് മത്സരിച്ചത്. കോൺഗ്രസ് മത്സരിച്ച 3 സീറ്റും ഡൽഹി പരാജയപ്പെട്ടു. ഡൽഹി BJP തൂത്തുവാരി. ഹരിയാനയിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിച്ചു. ഒരൊറ്റ സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടി മത്സരിച്ചത്. അത് കുരുക്ഷേത്ര സീറ്റാണ്. അവിടെയും ആം ആദ്മി പാർട്ടിക്ക് പരാജയമായിരുന്നു ഫലം. എന്നാൽ പഞ്ചാബിൽ മത്സരിച്ചതിൽ 3 സീറ്റുകൾ, എല്ലാ സീറ്റിലും മത്സരിച്ച് 3 സീറ്റുകൾ മാത്രം ജയിക്കാൻ കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ജനം ഒരു സർട്ടിഫിക്കറ്റ് നൽകിയില്ല, ഒരു ക്ലീൻ ചിറ്റ് നൽകിയില്ല എന്ന് വ്യക്തമാണ്. പഞ്ചാബിൽ ജനം പുലിക്കിയത്. ആ പിന്നെ അല്ല നോക്കണം. ഹലോ, കേൾക്കാമോ? കേൾക്കാൻ, പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാളിന് ഒരു പുതുജന്മം ലഭിക്കണമെങ്കിൽ സ്ഥാനത്യാഗം എന്ന ഒരു നാടകം അത്യന്താപേക്ഷിതമായിട്ട് വരുന്നു. അവിടെയാണ് ഇനിയുള്ള ആവനാഴിയിലെ ഏറ്റവും അവസാന അസ്ത്രമാണ്, കുഴിക്കടകൻ എന്ന അസ്ത്രമാണ്. ഞാനിതാ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കുന്നു, എന്നിട്ട് ജനകീയ കോടതിയിലേക്ക് പോവുകയാണ്. ജനം തീരുമാനിക്കട്ടെ. അപ്പം യഥാർത്ഥത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ ജനകീയ കോടതി എന്നൊന്നില്ല. അത് 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ ജനകീയ പരിശോധന. അല്ലാതെ ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് കേസുകൾ അതിൻ്റെ വഴിക്ക് പോയെങ്കിലേ പതിയാകൂ. നിയമപീഠത്തിന് മുന്നിലുള്ള കേസുകളിൽ ജനകീയ വിധി കൊണ്ട്, അല്ലെങ്കിൽ പോപ്പുലർ മാൻഡേറ്റ് ഒരിക്കലും ജുഡീഷ്യൽ വേർഡിക്റ്റിനുള്ള റീപ്ലേസ്മെന്റ് അല്ല, അതിൻ്റെ ഒരു മോറൽ വിക്ടറിയായി കേജ്രിവാൾ കണക്കാക്കുന്നത് കൊണ്ടാണ്. അത് മാത്രമല്ല, കേജ്രിവാൾ ഇപ്പോൾ രാജിവെക്കാൻ പോകുന്നു. രാജിവെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് രാജിവെക്കാൻ പോകുന്നത്. പാർലമെന്ററി ജനാധിപത്യത്തിൽ സ്മൃതി, മുഖ്യമന്ത്രി രാജിവെച്ചാൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെച്ചാൽ എൻറ്റയർ മിനിസ്ട്രി രാജിവെച്ചതായി പരിഗണിക്കും. അപ്പോൾ ഒരു പുതിയ മന്ത്രിസഭ ഉണ്ടാകണം, പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകണം. ആ മുഖ്യമന്ത്രിയുടെ പ്രൊറോഗറ്റീവാണ് ആരെല്ലാമാണ് ഡൽഹിയിലെ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത്. ഇപ്പോഴത്തെ നിലയനുസരിച്ച് കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏതാണ്ട് എല്ലാവരും തന്നെ തുടരുകയും ഒരു പുതിയ മുഖ്യമന്ത്രി വരികയും ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പൊ അവിടെയും വിഷയങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. കേജ്രിവാളിന് ജാമ്യം മാത്രമാണ് ലഭിച്ചത്, കുറ്റവിമുക്തി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേജ്രിവാൾ ഇനി ഫെബ്രുവരിയിൽ നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് അത് മുൻകൂട്ടി നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യാം. ആ ജനവിധി അനുകൂലമാണെങ്കിൽ കേജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിൽ തിരിച്ചെത്തിയാലും കേജ്രിവാളിനെതിരെയുള്ള കേസുകൾ അവിടെ നിലനിൽക്കും. കേസിൽ നിന്നും കുറ്റവിമുക്തി ലഭിക്കുന്നത് വരെ ഡെമോക്രസിന്റെ സോഡ് അല്ലെങ്കിൽ
ഈ ഡെമോക്രസിന്റെ വാള് കെജ്രിവാളിന്റെയും ആ ഭരണകൂടത്തിന്റെയും മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും. പക്ഷേ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒന്നാം തരം കാറ്റലിസ്റ്റായി ഇന്ത്യ മുന്നണി ദേശീയ അടിസ്ഥാനത്തിലും അതേസമയം പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ ഡൽഹിയിലും ഒരുപക്ഷെ പഞ്ചാബിലും ഇനി ഹരിയാനയിലും ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടിക്ക്. ആ രാഷ്ട്രീയം കൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാനൊക്കും എന്നത് സംശയമാണ്. അത് മാത്രമല്ല, അഴിമതി വിരുദ്ധതയുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറെയൊക്കെ കുറ്റവിമുക്തി നേടി പുറത്തു വന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. ജനവിധി കൊണ്ട് മാത്രം അത് സാധിക്കില്ല. ശരി, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, നിങ്ങളുടേത് ഇപ്പോഴൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ? ഇപ്പോൾ കേസെടുത്ത് കേജ്രിവാളിനെ ജയിലിലാക്കിയത് അടച്ചത് മുതൽ ഇന്ത്യ മുന്നണി ആ വിഷയത്തിൽ ഒന്നാകെ ഒറ്റക്കെട്ടായി കേജ്രിവാളിനൊപ്പമായിരുന്നു. കേജ്രിവാൾ ജാമ്യത്തിലിറങ്ങി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രസംഗിക്കുന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്നു, ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങളെ, ഇത്തരം രീതികളെ അതിനിശിതമായി ഒറ്റക്കെട്ടായിട്ടാണ് ഇന്ത്യ മുന്നണി വിമർശിച്ചിട്ടുള്ളത്. പക്ഷേ ഈ രാജി തീരുമാനം, ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനം, അത് സ്വാഭാവികമായും ആപ്പിന് മറ്റുള്ളവരോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാകുന്നില്ല ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. എന്തിനാണ് ഇപ്പോഴുള്ള രാജി? ഇത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാജി എന്നാണെങ്കിൽ ജയിലിലിരിക്കുമ്പോൾ മറ്റൊരു ധാർമ്മികതയും ജാമ്യത്തിൽ പുറത്തു വരുമ്പോൾ മറ്റൊരു ധാർമ്മികതയും എന്നാണോ? എങ്ങനെയാണ് നിങ്ങളിത് വിശദീകരിക്കുന്നത്? രണ്ട് ചോദ്യമാണ് സ്മൃതി ചോദിച്ചത്. ഒന്ന് ഘടകകക്ഷിയുടെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. മറ്റൊന്ന് ധാർമ്മികതയാണ്. രണ്ട് രീതിയിൽ ഈ വിഷയത്തെ കാണാം. ഒന്ന്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ധാർമ്മികതയും ഒപ്പം നിയമപരമായ ഒരു പോരാട്ടവും ഉണ്ട്. ഈ കേസ് എങ്ങനെയാണ് ഉണ്ടായത്? നമ്മൾ ഈ കേസിന്റെ വിധിനെ അത് ഒറ്റ മിനിറ്റോട് ഞാൻ അത് പറയാം, അതിനുശേഷം അങ്ങയുടെ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരത്തിലേക്ക് വരാം. അവസാനം സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്ന വേളയിൽ ആ ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം ഇങ്ങനെയാണ്: അൺജസ്റ്റിഫയബിൾ ഡിപ്രൈവേഷൻ ഓഫ് ലിബർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തെ ഹനിക്കൽ എന്നാണ് ഈ ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്കറിയാം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതിയുടെ വലിയ ചില വ്യക്തമായ പരാമർശങ്ങൾ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ കടന്നുപോയി. എന്തൊക്കെയായിരുന്നു? ഒന്ന്, അതായത് ഒരാളെ ചോദ്യം ചെയ്യാൻ, സെക്ഷൻ 19 PMLA ആക്ടിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത്, ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല എന്നുള്ളത് കൊണ്ട് അറസ്റ്റ്, PMLA എന്ന് പറയുന്ന ഒരു കിരാത നിയമത്തിൽ അറസ്റ്റിലേക്ക് പോകാൻ പാടില്ല എന്നാണ് കേജ്രിവാൾ കോടതിയിൽ കൊടുത്ത ചോദ്യം. അത് പരമോന്നത നീതിപീഠം ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു. രാഷ്ട്രീയപരമായും നിയമപരമായും വലിയ അക്കാഡമിക് ചർച്ച വിഷയമാണ്. ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ ഡിസ്ക്രിപ്ഷനോടുകൂടി, വിവേചനാധികാരത്തോടുകൂടി നീതിന്യായ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ന്യായാധിപന്മാർക്കും സംവിധാനത്തിനും ഒരാൾക്ക് ജാമ്യം കൊടുത്താൽ ഈ രണ്ട് വിഷയവും കേജ്രിവാൾ സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഭരണഘടനയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതാണ് ഈ കേസുകൾ. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ കേസിന്റെ വിചാരണ ഇവിടെ ശ്രീ രാഷ്ട്രീയ പറഞ്ഞിരിക്കുന്നത് ഡെമോക്രസിന്റെ വാൾ പോലെ ഒന്നുമില്ല. ഡെമോക്രസിന്റെ വാൾ കേസ് തീർന്ന് പൊട്ടി കേസ് പീസായി മാറിയിരിക്കുന്നു. രണ്ടാമത് പറയുന്നത് കേസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. വീണ്ടും പ്രശ്നമാണല്ലോ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ. റേഞ്ച് പ്രശ്നം വീണ്ടും വന്നിരിക്കുന്നു. കഷ്ടമാണ്. ഒന്ന് ടെലി വിളിക്കണം, അതിനുശേഷം നമുക്ക് ലൈവ് നോക്കാം തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഷാജി രാഘവൻ, ഇപ്പോൾ കേജ്രിവാൾ രാജിവെക്കുന്നു, കേജ്രിവാളിനൊപ്പം മന്ത്രിസഭയിലെ എല്ലാവരും രാജിവെക്കും, പുതിയ മുഖ്യമന്ത്രി വരാൻ പോകുന്നു. അതുവഴി BJPയുടെ തന്ത്രങ്ങളെ പുറത്തു കാണിക്കാൻ, കുറച്ചുകൂടി വ്യക്തതയോടെ കാണിക്കാൻ തങ്ങൾക്കാകും എന്നുള്ള ആത്മവിശ്വാസമാണ് ആം ആദ്മി പാർട്ടിക്ക്. അങ്ങനെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാജി എന്ന രൂപത്തിലാണ് ആപ്പ് അതിനെ വ്യാഖ്യാനിക്കുകയും പുറത്തു പറയുകയും ചെയ്തത്. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത് ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ? അല്ല, ഇവിടെ ധാർമ്മികതയെ പറ്റി സംസാരിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് ഇനി എന്താ അവകാശമുള്ളത്? ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ നാൾ വഴികളിൽ ഒന്ന് പോയാൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. അന്ന് രാജ്യത്ത് കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, CPM ഇവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി രാജ്യത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഏറ്റവും വലിയ തോതിൽ അവർ ഉയർത്തിയ വിഷയമെന്ന് പറയുന്നത് BJPയും NDAയും രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി. ഇതായിരുന്നല്ലോ പ്രധാനപ്പെട്ട ആരോപണം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും അവർ ഉയർത്തിക്കാട്ടിയ കേസ് എന്ന് പറയുന്നത് ശ്രീ കെജ്രിവാളിൻ്റെ അറസ്റ്റും ആ കേസ് മറ്റേ ഡൽഹി മദ്യനയ കേസിൻ്റെ അതുമായി ബന്ധപ്പെട്ട കേസാണ്. സത്യത്തിൽ ഇന്നിപ്പം മാന്യതയുണ്ടെങ്കിൽ ഇതിനകം ഞാൻ മനസ്സിലാക്കുന്നത് CPMും കോൺഗ്രസും തിരുത്തി പറഞ്ഞു കഴിഞ്ഞു. അവർ ക്ഷമ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഹരിയാനയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPMും ഒരുമിച്ച് മത്സരിക്കുന്നത്. അവിടെ ഒരു സീറ്റ് കോൺഗ്രസ് CPMന് കൊടുത്തിട്ടുണ്ട്.
അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ അതിശക്തമായ അവരുടെ നിലപാടും അവരുടെ പ്രചരണവും ആം ആദ്മി പാർട്ടിക്കെതിരെ എന്താണോ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഞാനും സംസാരിക്കുന്നത്, ഷാജി രാഘവൻ സംസാരിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് CPM-ഉം കോൺഗ്രസും ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയെ നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യം ചെയ്യേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളോട് ക്ഷമ പറയണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പറയുന്ന വിഷയം വലിയ തോതിൽ ഉയർത്തിയില്ലേ. ഇപ്പം നോക്കൂ, രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികതയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് ധാർമ്മികത ഇതിനകത്തുള്ളത്? ഈ എന്താ പറയുക, ആപ്പ് എന്ന് പറയുന്ന പാർട്ടി ആപ്പിലായി എന്നുള്ളതാണ് ശരിക്കും അതല്ലേ സംഭവിച്ചത്. ഒരുപക്ഷെ കെജ്രിവാൾ ഇതിനേക്കാൾ സന്തോഷം ഉണ്ടാകുമായിരുന്നു ജയിലിൽ കിടന്നിരുന്നെങ്കിൽ. കാരണം ജയിലിൽ കിടന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നെ പിടിച്ച് ജയിലിലിട്ടതാണെങ്കിലും അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഇന്നിപ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്ത് വരുമ്പോൾ വളരെ കൃത്യമായി ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി സംസാരിക്കുന്നത് കേട്ടു. ചില കോടതി പരാമർശങ്ങൾ കോടതിയിൽ കേസ് വിസ്താരവേളയിൽ ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ കൺക്ലൂഷൻ എന്താ കേസിൻ്റെ? എന്തായിരുന്നു ജാമ്യത്തിൻ്റെ വ്യവസ്ഥ? ഒന്ന്, അദ്ദേഹം പെട്ടിട്ടുള്ള കേസിനെ പറ്റി ഒരക്ഷരം മിണ്ടാൻ പാടില്ല. ജനങ്ങളുടെ മുമ്പിലും പാർട്ടി അണികളുടെ മുമ്പിലും ഡൽഹി മദ്യനയ കേസിനെ പറ്റി ഒരക്ഷരം പോലും ന്യായീകരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ഒന്ന്. രണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പരിസരത്തോടു കൂടി പോലും പോകാൻ പാടില്ല. മൂന്ന്, ഡൽഹി സെക്രട്ടേറിയറ്റിൽ നിങ്ങൾ കയറാൻ പാടില്ല. 10 ലക്ഷം രൂപയുടെ ബോണ്ട്, ഇതിലും ഭേദം അകത്ത് കിടക്കുന്നതല്ലേ. ഒരു നിവൃത്തിയില്ലാതെ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് മറ്റൊരാൾക്ക് പകരം മുഖ്യമന്ത്രിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ധാർമ്മികതയല്ലത്, മറ്റൊന്നും ചെയ്യാനില്ല. നമുക്കറിയാം, ഈ ആം ആദ്മി പാർട്ടി രാജ്യത്ത് 2011-12 കാലയളവിൽ വലിയ, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിൻ്റെ ആ മുന്നണിയുടെ അവസാന നാൾവഴികളിലുണ്ടായ വലിയ അഴിമതിക്കെതിരെ രാജ്യത്തുണ്ടായ വലിയ മൂവ്മെൻറ്റാണ്. ആ അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ നയിച്ച അഴിമതി മൂവ്മെന്റിന്റെ പ്രോഡക്റ്റാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അതിന്റെ മെച്ചം നിങ്ങൾക്ക് കിട്ടിയല്ലോ ശ്രീ ഷാജി രാഘവൻ. അതിന്റെ മെച്ചമാണല്ലോ BJPക്കും കിട്ടിയത് ശ്രീ ഷാജി രാഘവൻ. അങ്ങനെ നിങ്ങളൊരു ബി ടീമായി തന്നെ ആപ്പിനെ ആ സമയത്ത് വ്യാഖ്യാനിച്ചിരുന്നു. പിന്നെ നോക്കൂ, നിങ്ങൾക്കൊപ്പം വരാത്തവരെ മാത്രമാണ് കേസിൽ കൊടുക്കുന്നത്. അതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നവരെ നേരത്തെ കേസിൽ പെടുത്തുകയും പിന്നീട് നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുമ്പോൾ ആ കേസുകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ടല്ലോ. അതെന്താണ്? അതിനെ നിങ്ങൾക്ക് എങ്ങനെ വിശദീകരിക്കാനാകും? അല്ല, ഈ ഞാനിപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ സ്മൃതി കേട്ടില്ലേ? ഇപ്പോൾ സ്മൃതി മാത്രമേ പറയുന്നുള്ളൂ. ആം ആദ്മി പാർട്ടിക്കെതിരെ കഴിഞ്ഞ 6 മാസം മുമ്പ് അറസ്റ്റ് ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. അത് കോൺഗ്രസിൻ്റെ അവിടുത്തെ PCC പ്രസിഡന്റ് കൊടുത്ത പരാതിയുടെ പുറത്താണ് അറസ്റ്റ് ഉണ്ടാവുന്നത്. ഡൽഹി മദ്യനയ പക്ഷേ അതിനുശേഷം അതിലൊരു വ്യക്തത കുറവൊന്നുമില്ല ശ്രീ ഷാജി രാഘവൻ. അതിനുശേഷം തിരഞ്ഞെടുപ്പ് സമയത്ത് അറസ്റ്റിലേക്കും നടപടിയിലേക്കും പോയതിനെ തന്നെയാണല്ലോ പിന്നീട് ആ സമയത്ത് കോൺഗ്രസും വിമർശിച്ചത്. ശരി, ഞങ്ങൾക്കും പരാതിയുണ്ട്. പക്ഷേ ആ പരാതിയിൽ അറസ്റ്റിലും നടപടികളിലേക്കും നിങ്ങൾ ഏത് ഘട്ടത്തിൽ പോകുന്നു? തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അത് ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അതാണ് പിന്നീട് അവരെല്ലാവരും പ്രതികരിച്ചത്. താങ്കൾ അതെന്താണ് മറന്നു പോകുന്നത്? സ്മൃതി എൻ്റെ പറമ്പിൽ കയറി വരുത്താൻ വാഴക്കൊല വെട്ടി അവനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുന്ന നയമല്ലേ? അറസ്റ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾ നിശ്ചയിക്കുമെന്നേ. ഡൽഹിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള സമയവും മുഹൂർത്തവും നിങ്ങൾ നിശ്ചയിക്കുമെന്നേ. അവിടെയാണ് പ്രശ്നം. ഞങ്ങളല്ലല്ലോ. എന്താ സ്മൃതി പറയുന്നത്? അതാണ് ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസും CPM-നും ഇല്ലാത്ത അഭിപ്രായം ഇപ്പോൾ സ്മൃതി പറയുന്നത്. കോൺഗ്രസും CPM ഈ അഭിപ്രായത്തിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ഡോക്ടർ ഹരി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടോ? അല്ല, എനിക്കത് കേന്ദ്ര നേതാക്കൾ പറഞ്ഞത് നല്ല കൃത്യമായി ഓർമ്മയുള്ളത് കൊണ്ടാണ് ഷാജി രാഘവൻ ഞാനത് പറഞ്ഞത്. ഇല്ല അങ്ങനെ ഒരു ക്ഷമയൊന്നും പറഞ്ഞിട്ടില്ല ശ്രീ ഷാജി രാഘവൻ. നല്ല ഓർമ്മയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാം എന്ന് തന്നെയായിരുന്നു അന്ന് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കൃത്യമായി പ്രതികരിച്ചിരുന്നത്. അത് എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കോൺഗ്രസിന് മാത്രം പ്രതികരണമായിട്ട് എടുക്കേണ്ട. ശ്രീ ഷാജി രാഘവൻ വരാം. ശരി, ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസിന്റെ CPM-ന്റെ അത് ഹരി പറയട്ടെ. BJP പറയുന്നതിനേക്കാൾ അതിശക്തമായിട്ടല്ലേ അത് ഹരി പറയട്ടെ. ഈ വിഷയത്തെ പറ്റിയിട്ട് ഇപ്പൊ ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ? അത് ഹരി പറയട്ടെ. കോൺഗ്രസും CPM ഒരുമിച്ചല്ലേ ഹരിയാനയിൽ മത്സരിക്കുന്നു? ശരി, അത് ഹരി പറയട്ടെ. നിലപാടെന്താ? കേജ്രിവാളിനെ പറ്റി അവരുടെ അഭിപ്രായം എന്താ? ആം ആദ്മി പാർട്ടിയുടെ അവരുടെ അഭിപ്രായം എന്താ? 6 മാസം മുമ്പോട്ടായ അറസ്റ്റിനെ പറ്റിയുള്ള അവരുടെ അഭിപ്രായം എന്താ? എന്തിനാ BJP ചാരാൻ നിൽക്കുന്നത്? ശരി, ഷാജി രാഘവൻ വരാം. ശരി, ഷാജി രാഘവൻ വരാം. ഞാൻ കോൺഗ്രസിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പലതവണയായി കട്ടായതുകൊണ്ടാണ്. വിനോദ് പറഞ്ഞു പൂർത്തിയാക്കിയ ശേഷം ഒരു ഇടവേള. ഇതിന്റെ രാഷ്ട്രീയ വശവും ഒപ്പം നിയമവശവുമാണ്. നിയമവശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട
കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം എന്താണ്? അറസ്റ്റിന്റെ ആവശ്യകത പ്രത്യേക കാരണമാക്കി പ്രതിക്ക് ഉന്നയിക്കാൻ കഴിയുമെന്ന് വലിയ ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതായത് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു ക്രിമിനൽ നടപടിയിൽ ഏറ്റവും അവസാനം ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയം ബെയിൽ സ്റ്റേജിൽ ഉന്നയിക്കുന്ന അപൂർവമായ സവിശേഷമായ സാഹചര്യം നിയമവിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, കോടതി നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. ഒന്ന്, എന്താണ്? ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രി അധികാരത്തിൽ മാറ്റണമെന്ന് പറയാൻ ഞങ്ങൾ കഴിയില്ല. സുപ്രീം കോടതി പറഞ്ഞ നിരീക്ഷണമല്ലേ? രണ്ട്, തീവ്രവാദ ബന്ധമുള്ള വലിയ രാജ്യദ്രോഹ ബന്ധമുള്ള രീതിയിൽ അരവിന്ദ് കേജ്രിവാളിനെ പോലെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്ന രീതി ശരിയല്ല. സുപ്രീം കോടതി പറഞ്ഞതല്ലേ? അവസാനം പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന അകാരണമായ സ്വാതന്ത്ര്യം ഹനിക്കൽ. ഒരുപാട് പരാമർശങ്ങൾ നടത്തി. നിങ്ങൾ 100 കോടി തെളിവിനെ പറ്റി സംസാരിച്ചു, ഒരു തെളിവുമില്ല. അപ്പൊ നിയമപരമായി ഈ കേസ് പൊളിഞ്ഞു പാളീസായി. രണ്ടാമത്തെ വിഷയം പൊളിറ്റിക്കൽ ധാർമ്മികതയാണ്. ആ ധാർമ്മികത ഇവർ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ചർച്ച നടക്കുക? ഈ കേസിൽ എന്തോ വിഷയമുണ്ട്. BJPയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ പറയുന്ന വലിയ സാധ്യത വിജയത്തിന് അരവിന്ദ് കേജ്രിവാൾ നിന്ന് തരാൻ മനസ്സില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും മറ്റു മുഖ്യമന്ത്രിമാരോടും, നിങ്ങൾ ഇതുപോലെ വേട്ടയാടപ്പെടും, ആ വേട്ടയാടുമ്പോൾ രാജിവെച്ചൊഴിയരുത്, മുഖ്യമന്ത്രിയായി നിങ്ങൾ തുടരണം. എന്നിട്ട് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ തുടരാമെന്ന സാഹചര്യം ഇരിക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംഘടനാ മികവോടുകൂടി ഇന്ത്യ ഒട്ടാകെ കടന്നുപോയി ഈ രാഷ്ട്രീയത്തെ വളർത്താൻ കഴിയുന്ന ഒരു സാധ്യത അന്വേഷിക്കുന്നു. അവിടെയാണ് ജാമ്യ വ്യവസ്ഥകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നത്. കൈ രണ്ടും കെട്ടിയിട്ടിട്ടാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഫയൽ ഒപ്പിടാൻ പറ്റില്ല, സെക്രട്ടേറിയറ്റിൽ പോകാൻ പറ്റില്ല, കേസിനെ കുറിച്ചൊരു കാര്യം മിണ്ടാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഭരിക്കും? പിന്നെ എങ്ങനെ വിശദീകരിക്കും ജനങ്ങളോട്? ഇവർ രണ്ട് കൈയും കാലും കെട്ടിയിട്ടാണ് ജാമ്യം കൊടുത്ത്, അതായത് ഇന്ററിം ബെയിൽ കൊടുത്ത് ഇങ്ങോട്ട് ഇറക്കി വിട്ടത്. അന്ന് ഇവരുടെ കാലും കൈയും കെട്ടി ഇവരുടെ തലയ്ക്ക് അടിയും കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു പോയത്. കൈ കെട്ടിയ കാര്യം ഒന്നും ഇവിടെ വിഷയമേ അല്ല. കാരണം മുഖ്യമന്ത്രി ഓഫീസിൽ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. ഒരു കാര്യം സ്മൃതിക്ക് അറിയാം, ഇവരിക്കുന്ന BJPക്കാർ അറിയണമെന്നില്ല. എന്താ? കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നില്ല. അദ്ദേഹം എവിടെ ഇരുന്നാലും മുഖ്യമന്ത്രി ആയിരിക്കാൻ കഴിയുന്ന സാഹചര്യം. പ്രധാനമന്ത്രിയൊക്കെ എവിടെയൊക്കെ ഇരുന്ന് ഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താണല്ലോ. അപ്പം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നല്ല, അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു പ്രതിബിംബം ഉണ്ടാകുക എന്നുള്ള ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്നാണ് മുഖ്യമന്ത്രി എന്നുള്ളതല്ല. കേജ്രിവാൾ അഴിമതിക്കാരനെ ചിത്രീകരിച്ച് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ കേജ്രിവാൾ വെക്കുന്ന ആശയത്തെയാണ് നശിപ്പിക്കുന്നത്. അദ്ദേഹം എവിടെ ഇരുന്നാലും മുഖ്യമന്ത്രിയെ ഭരിക്കാൻ പോർട്ട്ഫോളിയോ ഒപ്പിടുന്ന അദ്ദേഹം ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അവിടെ അദ്ദേഹം ജയിൽ കിടന്ന സമയത്ത് ഭരണസ്തംഭനം ഒന്നും ഉണ്ടായില്ല. ഇവർ പോയാലോ സുപ്രീം കോടതിയിൽ, ഇവരുടെ ഒരു സംഘപരിവാറുകാരൻ സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹം ഒഴിയണം എന്നുള്ള കേസ് കൊടുത്തല്ലോ, പബ്ലിക് ഇന്റർസിറ്റിയേഷൻ. കോടതി 50,000 രൂപ ഫൈൻ അടച്ച് ഇറക്കി വിട്ടിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ജനപ്രതിനിധികൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങൾ പറയുന്ന ഒരു കുറ്റകൃത്യവും നാളെ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കൊണ്ടുതരാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ, അതാ ഞാൻ പറഞ്ഞു വന്നേ, ഇപ്പോ അദ്ദേഹം എടുത്തിരുന്ന നിലപാടിൽ ഇവർ വെട്ടിലായിരിക്കുന്നു. കാരണം അദ്ദേഹം ജനങ്ങളിലേക്ക്, ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യാനന്തര ശേഷം ഇന്ത്യയിൽ ഇതുപോലെ ഒരു നേതാവിന് ജനങ്ങളെ വിശ്വസിച്ചു, ഇതൊരു ഡു ഓർ ഡൈ ഗെയിം അല്ലേ? ഒരു ഡു ഓർ ഡൈ ഗെയിം ആണല്ലോ. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിതം. ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇനി എന്നെ തെരഞ്ഞെടുത്തില്ല എങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ ഗട്സ് ഉള്ള, ആർജവമുള്ള, തന്റെ ഇടമുള്ള, ജനങ്ങളോട് വിശ്വാസമുള്ള ഏത് രാഷ്ട്രീയക്കാരൻ ഇന്ന് ഇന്ത്യയിലുണ്ട്? അതാണ് ചോദ്യം. ആ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മതി, നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഞാൻ തിരസ്കരിക്കപ്പെടട്ടെ എന്ന് പറയുന്ന ആർജവം. അതാണ് ഞാൻ പറഞ്ഞത്. ആമാശയ രാഷ്ട്രീയമല്ല ആം ആദ്മി മുമ്പോട്ട് വെക്കുന്നത്. ആം ആദ്മി മുമ്പോട്ട് വെക്കുന്നത് വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. അത് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരുപാട്, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? ഒരു കേജ്രിവാളിനകത്തിട്ടാൽ 1000 കേജ്രിവാൾ ഉദയം ചെയ്യും. അതാണ് ഞങ്ങളുടെ ആശയം. ഞങ്ങളുടെ ആശയം വർഗരാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ആശയം മതപരമായിട്ടുള്ളതല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച രാഷ്ട്രീയമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം കേജ്രിവാൾ ഇരുന്നാലും, അതുപോലെ അതിഷി ഭരിച്ചാലും, സൗരഭ് ഭരദ്വാജ് ഭരിച്ചാലും വെൽഫെയർ പൊളിറ്റിക്സ് നടത്താൻ കഴിയും. മനുഷ്യരിൽ നിന്ന് പിരിക്കുന്ന പണം, ടാക്സ് അവൻ ഉപയോഗിക്കുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു വെൽഫെയർ ഗവേണൻസ് മുമ്പോട്ട് വെച്ചതാണ് ആം ആദ്മി രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് അരവിന്ദ് കേജ്രിവാളിനെ കൂട്ടിയിട്ടാൽ 1000 അരവിന്ദ് കേജ്രിവാളും ഉണ്ടാകും. അതുകൊണ്ട് ഈ ഡു ഓർ ഡൈ ഗെയിമിന് മുമ്പിൽ നിന്ന് നയിക്കാൻ ഇന്ത്യയിൽ മോദിക്ക് പറയാൻ പറ്റുമോ? ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പൊളിറ്റിക്കൽ. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാൻ സ്മൃതി, പൊളിറ്റീഷ്യൻ തിങ്സ് നെക്സ്റ്റ് എലക്ഷൻ, സ്റ്റേറ്റ്മാൻസ് തിങ്സ് നെക്സ്റ്റ് ജനറേഷൻ. ഞാൻ പറയുന്നു, അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മാൻ ആണ്. ആ സ്റ്റേറ്റ്മാൻ ആയതുകൊണ്ടാണ് നെക്സ്റ്റ് ജനറേഷൻ പറ്റി ചിന്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഭാരതത്തിനും ഇന്ത്യക്കും കൊടുക്കുകയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം നിൽക്കുന്നില്ല എന്ന് പറയാൻ ആർജവത്തോടെ പറയാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് ആർജവത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടി എന്നത്
എന്നുള്ളതാണ് ആപ്പിന്റെ വിശദീകരണം. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക്. ഡോക്ടർ GV ഹരി, ഇപ്പോൾ BJP പ്രതിനിധി ഷാജി രാഘവൻ പറഞ്ഞത് കേട്ടല്ലോ. എന്താണോ BJP ആം ആദ്മി പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടുള്ളത്, ആ കേസുകൾ ഒക്കെയാണ് ഇപ്പോൾ ഹരിയാനയിൽ പ്രധാന പ്രചാരണ വിഷയമായി കോൺഗ്രസ് എടുക്കുന്നതെന്ന്. എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള മറുപടി? സ്മൃതി, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഞങ്ങൾ മുന്നോട്ട് വെച്ചത് BJP ഈ രാജ്യത്തെ തകർക്കാൻ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരായി നിൽക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാം എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ്. അതുതന്നെയാണ് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള CPM അടക്കമുള്ള പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയും BJPക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പക്ഷേ പ്രാദേശികമായി വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഉദാഹരണം എടുത്തു നോക്കൂ. കേരളത്തിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CPMനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹരിയാനയിൽ ഞങ്ങൾ ആ കാര്യത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് പ്രാദേശികമായ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ. അതായത് ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ലല്ലോ GV ഹരി. ഓരോ സ്ഥലത്തും നിങ്ങൾ ഇത് കേന്ദ്രത്തിന്റെ നീക്കമാണ്, കേന്ദ്രത്തിന്റെ പ്രതിപക്ഷത്തെ കുരുക്കാനുള്ള തന്ത്രമാണ് എന്ന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കുരുക്കുന്നു എന്ന് ഒരു വശത്ത് പറയുക, ഹരിയാനയിൽ അത് തന്നെ എടുത്ത് ആ കേസിൽപ്പെട്ടതിനെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു വാദിക്കുക. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാനാവുക ഹരി? അല്ല അതിനകത്ത് പഴയകാല കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പറഞ്ഞത് നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ആൻഡ് ഫെയർ, നമ്മൾ പറയുന്ന പോലെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതിയെ പോലെ ഉള്ള ആളുകൾ പരിശോധിച്ച് നോക്കൂ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിക്കടക്കം പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ അക്കൗണ്ടുകളെയും മരവിപ്പിച്ചുകൊണ്ട് ED പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ഞങ്ങളുടെ അക്കൗണ്ടുകളടക്കം മരവിപ്പിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ഏജൻസി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പണം മുഴുവൻ ഒരു ഫ്രീസ് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ആം ആദ്മി പാർട്ടി, അതോടൊപ്പം ഞങ്ങളുടെ ജാർഖണ്ഡിൽ ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകളെയൊക്കെ രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് അവർക്ക് വിജയിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്, BJP ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലും ഫ്രീയും ഫെയറും അല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നതിൻ്റെ അർത്ഥം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷാജി രാഘവൻ പറഞ്ഞത് ഞങ്ങൾ അതിന് മാപ്പ് പറഞ്ഞത് ഒന്നുമല്ല. ഞങ്ങൾ ആദ്യമേ എടുത്തിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ ഇപ്പോഴും വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും വളരെ കൃത്യമാണ്. എന്താണ് ഞങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട് അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണ്. ഞങ്ങളുടെ നിലപാട് രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കാൻ വർഗീയമായ സമീപനം അല്ലെങ്കിൽ വർഗീയമായ രാഷ്ട്രീയത്തിൽ വർഗീയം കലർത്താൻ ശ്രമിക്കുന്ന BJPക്കെതിരെ ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട്. അത് ഇനിയും എടുക്കും, അതിനകത്തൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നോക്കൂ, ഞങ്ങളോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുള്ള ആം ആദ്മി പാർട്ടി, നേരത്തെ ഇവിടെ ഷാജി രാഘവൻ കൃത്യമായി ശരിയായിട്ടുള്ളതാണ് പറഞ്ഞത്, ഞങ്ങളാണ് ഈ കേസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ എന്താണ് വ്യക്തമാണ്, കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമല്ലേ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മാത്രമല്ല, ഇപ്പോൾ ഹരിയാനയിലുള്ള എന്താണ് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പറയുന്നത് പ്രാദേശികമായ പ്രശ്നങ്ങളാണ്. ഇപ്പം കേരളത്തിൽ CPM ഇപ്പോൾ ഇന്നത്തെ പുറത്തു വരുന്ന വാർത്തകൾ കണ്ടില്ലേ സ്മൃതി? ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനെതിരെ ശക്തമായി തന്നെയാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു വെള്ളം ചേർക്കലില്ല, രണ്ട് നിലപാടുകളില്ല. നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക, അതിനെതിരായി നിൽക്കുന്ന BJPയെ തകർക്കുക, ഇത് വളരെ കൃത്യമായ നിലപാടാണ്, ഒരു മാറ്റവും ഇല്ല. അതേസമയം രാജ്യത്ത് ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമുക്കറിയാവുന്നതുപോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതികളുമായി മുന്നോട്ട് പോകുന്ന ഏത് പാർട്ടിയാണെങ്കിലും, അത് പാർട്ടിക്കകത്താണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കകത്താണെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് എല്ലാ തെറ്റുകളും ഞങ്ങൾ അംഗീകരിക്കുമെന്നതല്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണെങ്കിലും ശരി തന്നെ അതിനകത്ത് തെറ്റുകളുണ്ടായാൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്ത് മുന്നോട്ട് പോകും. അത് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. അതായത് കോൺഗ്രസിനുണ്ട് എന്ന് പറയുന്ന വ്യക്തത പുറത്തു നിൽക്കുന്നവർക്ക് അത് ആ രൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഡോക്ടർ മോഹൻ വർഗീസിന് അത് അനുഭവപ്പെടുന്നുണ്ടോ എന്നറിയണം. ആ ചോദ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഓക്സിജനിൽ 5 ദിന ഓണം മഹാവിൽപ്പന, പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്
തിരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നു എന്ന രൂപത്തിൽ, അതായത് ഈ അറസ്റ്റ് അടക്കം എന്ന രൂപത്തിൽ ശക്തമായി തന്നെ കേജ്രിവാളിനൊപ്പം നിന്ന് പ്രതികരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പ്രചാരണത്തിനിറങ്ങുന്നു. അതിനുശേഷം ഹരിയാനയിൽ പരസ്പരം മത്സരിക്കുന്ന ഘട്ടത്തിൽ എന്താണോ BJP തന്ത്രമാക്കിയത് അതിനെ അംഗീകരിച്ചുകൊണ്ട് അവിടെ പ്രചാരണം നടത്തുന്നു. ഇത് എത്രത്തോളം ശരിയായ സമീപനമാണ്? ഇതിനകത്ത് സ്മൃതി ഒരു ഫുൾ സർക്കിൾ തിരിഞ്ഞിരിക്കുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി മാറി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ആദ്യം കോൺഗ്രസ് വിരുദ്ധതയിൽ തട്ടിക്കൂട്ടിയെടുത്ത ഒരു സിവിൽ സൊസൈറ്റി പ്രസ്ഥാനം, ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്കുള്ള ഒരു പകർന്നാട്ടം വളരെ വിജയകരമായി 2011, 12, 13 ആ ഒരു കാലഘട്ടത്തിൽ അത് വളരെ ഭംഗിയായി തന്നെ ആം ആദ്മി പാർട്ടി നിർവഹിച്ചു. അതിന് അണ്ണാ ഹസറയിൽ നിന്നും വേറിട്ട ഒരു നിലപാടെടുത്തുകൊണ്ട് കേജ്രിവാൾ തുടങ്ങി വെച്ച ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം, ആ പരീക്ഷണം ഡൽഹിയിൽ വിജയമായിരുന്നു എങ്കിലും ആ പരീക്ഷണം ഒരു പാൻ ഇന്ത്യ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായി വലിയ രാഷ്ട്രീയ കക്ഷികൾക്ക് നിലനിൽക്കണമെങ്കിൽ, ദേശീയ പാർട്ടികൾക്കുൾപ്പെടെ നിലനിൽക്കണമെങ്കിൽ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് പഞ്ചാബിലേക്ക് സ്വാഭാവികമായ ഒരു പകർന്നാട്ടമാണ്. ഹരിയാന സമീപ പ്രദേശമാണ്. പക്ഷെ വളരെ ദൂരെ കിടക്കുന്ന ഗുജറാത്തിലേക്കും ഗോവയിലേക്കുമുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു കടന്നുകയറ്റം, അതിന് പണം ആവശ്യമുണ്ട്, സോഴ്സസ് ഓഫ് ഫണ്ടിങ് ആവശ്യമാണ്. അപ്പം ഇവിടെ പാർട്ടിയുടെ എക്കാലത്തെയും വലിയ ഒരു ഫോർട്രസ് എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധതയാണ്. അപ്പോൾ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്, ഫ്രീ ബീസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ പോളിറ്റിക്സ് ആൻഡ് വെൽഫെയർ പോളിറ്റിക്സ്, അത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി വളരെ വ്യക്തമായി അത് പറഞ്ഞു. ശരിയാണ്, വെൽഫെയർ പോളിറ്റിക്സ് ആണ് ആം ആദ്മി പാർട്ടിക്ക് അംഗീകാരം നേടിക്കൊടുക്കുന്ന, അന്നും ഇന്നും അംഗീകാരം നേടിക്കൊടുക്കുന്ന, ഒരു ഡെലിവർ ചെയ്യാൻ കഴിയുന്ന, പറയുന്നത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ തീർച്ചയായും ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പക്ഷേ പാൻ ഇന്ത്യ ലെവലിലേക്ക് വരുമ്പോൾ അത് വ്യത്യസ്തമാണ്. അവിടെയാണ് അലയൻസ് പോളിറ്റിക്സിൻ്റെ പ്രസക്തി. അതുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധതയുടെ ഒരു ജീനാണ് ആം ആദ്മി പാർട്ടിയിൽ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത് BJP വിരുദ്ധതയുടെ ഒരു ജീനായി മാറിയപ്പോൾ കോൺഗ്രസിനോടുള്ള തൊട്ടുകൂടായ്മ അവസാനിച്ചു. അപ്പോൾ കോൺഗ്രസുമായി സഹകരിച്ച് ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അവിടെ രണ്ട് കക്ഷികളും ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയാണ്, ഒരേ വോട്ട് ബാങ്കിന് വേണ്ടിയാണ് പടപൊരുത്തുന്നത്. ഇവിടെ കോൺഗ്രസ് ആം ആദ്മിയെ വിഴുങ്ങുമോ, ആം ആദ്മി കോൺഗ്രസിനെ വിഴുങ്ങുമോ ആത്യന്തികമായി, ഇപ്പോഴല്ല, കോൺഗ്രസ് തീർച്ചയായിട്ടും വലിയ പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് പൂർണ്ണമായി വിഴുങ്ങാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആത്യന്തികമായി കോൺഗ്രസിൻ്റെ തട്ടകമാണ് ഡൽഹി, കോൺഗ്രസിന് വേരോട്ടമുള്ള ഇടമാണ് പഞ്ചാബ്, കോൺഗ്രസിന് വേരോട്ടമുള്ള ഇടമാണ് ഹരിയാന. അവിടങ്ങളിലേക്കാണ് ആം ആദ്മി പാർട്ടി ഇരച്ചെത്തുന്നത്, അല്ലാതെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലേക്കല്ല എന്ന് ഓർക്കണം. അവിടെ സമാജ്വാദി പാർട്ടിയാണ്, അവിടെ ആം ആദ്മി പാർട്ടി അല്ല. അതുകൊണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം അത് താൽക്കാലികം മാത്രമാണെന്ന് BJP വിമർശിക്കുന്നതിന് ന്യായമായ അർത്ഥമുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ 2014 ആവശ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ശ്രീ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കണം എന്ന ഒരൊറ്റ മിനിമം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. പക്ഷേ ഇപ്പോഴിതാ ഹരിയാന രാഷ്ട്രീയം വരുന്നു, അല്ലെങ്കിൽ ഇനി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു രീതിയിലും കോൺഗ്രസുമായി ധാരണയിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പന്ഥാവിലൂടെ മാത്രമേ പോകാനാവൂ. എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്നത് വെൽഫെയർ പോളിറ്റിക്സിൽ മാത്രമായി ഒതുങ്ങുന്നു. അഴിമതി വിരുദ്ധത ഉച്ചസ്ഥരം ഘോഷിക്കാൻ ഇപ്പോൾ ആവില്ല. അല്ല എങ്കിൽ അതിന് ഉള്ള വ്യക്തമായ കാരണങ്ങൾ, ഈ ഡൽഹി മദ്യ നയം എന്തിനു കൊണ്ടുവന്നു എന്നതിൻ്റെ ന്യായമായ കാരണങ്ങൾ ഇപ്പോഴും വിശദീകരിക്കാൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് സംശയത്തിൻ്റെ മുരകൾ നീളുന്നത്. അല്ലാതെ ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിഞ്ഞതുകൊണ്ടല്ല. ഈ നേതാക്കളാരും ആപ്പിലെ നേതാക്കളാരും വ്യക്തിപരമായി അങ്ങനെ പണം സമ്പാദിക്കുകയോ ആ രൂപത്തിൽ ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണല്ലോ. അവിടെയാണ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പറയുന്നത്, രാജിവെച്ച് തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്നൊരു ധൈര്യം, അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ മോദിക്ക് കഴിയുമോ എന്ന ചോദ്യം അതുകൊണ്ടാണ് ആപ്പിന് ഉയർത്താൻ പറ്റുന്നത്. അതൊരു ധൈര്യം തന്നെയല്ലേ, രാജിവെച്ച് വിജയിച്ചു വരാനാകുമെന്നുള്ള ആത്മവിശ്വാസം? അല്ല, അതൊരു ധൈര്യം, അത് സ്മൃതി, അത് ധൈര്യമെന്ന് അല്ല അതിന് പറയുന്നത്, അതിന് പ്രായോഗികത എന്നാണ് പറയുക.
കൈകൾ കൂച്ചുവിളങ്ങിട്ടപ്പെട്ട ചിറകുകൾ കൊത്തി അരിയപ്പെട്ട കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കസേരയിൽ ഫയലുകൾ ഒപ്പിടാൻ സാധിക്കാതെ യഥാർത്ഥ മുഖ്യമന്ത്രിയായി എല്ലാ അധികാരത്തോടു കൂടി മുന്നോട്ട് പോകാനാവാത്ത ഒരവസ്ഥയിൽ വകുപ്പില്ല മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഭരണചക്രം ചലിക്കണമെങ്കിൽ യഥാർത്ഥ അധികാരമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം. ആ മുഖ്യമന്ത്രിക്ക് പിന്നിലെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ചെയ്യാൻ സമർത്ഥമായി കേജ്രിവാളിന് കഴിയുന്നിടത്തോളം കാലം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കാൻ കഴിയും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അടുത്ത 2 മാസക്കാലം ഫ്രീ ബീകളുടെ ഒരു പെരുമഴയായിരിക്കണം ഈ വരാൻ പോകുന്നത്. അത് വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടാം. അത് നവംബറിൽ നടന്നാലും ശരി, അല്ലെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരി മാസം നടന്നാലും ശരി. അത് വെച്ചിട്ട് ഇതാ ഞങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി കഴിഞ്ഞു, കൂടുതൽ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ യഥാർത്ഥ ശക്തിയുള്ള, യഥാർത്ഥ ഷൈനിങ് പവറുള്ള ഒരു മുഖ്യമന്ത്രി ആവശ്യമുള്ളത് കൊണ്ടാണ് നാളെ. അല്ലാതെ അതൊരു വലിയ ത്യാഗം എന്ന ഗണത്തിൽ എനിക്കത് പെടുത്താനാവില്ല. പക്ഷെ രാഷ്ട്രീയമായി അത് വലിയ തന്ത്രമാണ്. ഒരുപക്ഷെ ആ പരിപ്പ് ഡൽഹി എന്ന ചട്ടിയിൽ വേകാൻ സാധ്യതയുള്ള ഒരു പരിപ്പ് തന്നെയാണത്. അതുകൊണ്ടാണ് സമർത്ഥമായി കാർഡുകൾ ഇറക്കി കോൺഗ്രസ് പാർട്ടിയേക്കാൾ സമൃദ്ധമായി ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുകയും അപ്രതീക്ഷിതമായി പ്രതിയോഗിയെ കമിഴ്ത്തി വീഴ്ത്തുകയും ചെയ്യാനുള്ള ഒരു മെയ്വഴക്കമുള്ള ഒരു പാർട്ടിയായും നേതാവായും ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും വളർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. ഒരുപക്ഷെ ഹരിയാനയിൽ ആ പരിപ്പ് വെന്തില്ല എങ്കിലും ഡൽഹിയിൽ വേവാൻ സാധ്യത, അതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഷാജി രാഘവൻ, ആം ആദ്മി പാർട്ടിയുടേത് ഒരു പ്രായോഗിക തന്ത്രമാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് താങ്കളും കേട്ടല്ലോ. ആ പ്രായോഗികത എന്ന് പറയുന്നത് അവർ പലപ്പോഴും ഫലപ്രദമായി നടപ്പാക്കി വിജയിച്ചിട്ടുള്ളതാണ്. തകർന്നടിഞ്ഞെടുത്തുന്ന വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തന്ത്രമാകാം. ഇങ്ങനെ രാജിവെക്കുന്നു, ജനങ്ങൾ അപ്പോൾ പൂർണ്ണമായും പിന്തുണ നൽകുന്നു, എന്നോടൊപ്പം എൻ്റെ മന്ത്രിസഭയും രാജിവെക്കുന്നു, പുതുതായി ജനം തീരുമാനിക്കട്ടെ, ജനം തീരുമാനിച്ചാൽ മാത്രം മടങ്ങി വരാം, അല്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനമായിട്ടാണ് അത് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഷാജി രാഘവൻ, ഹലോ, ആ പറഞ്ഞോളൂ. എന്നോടല്ലേ? അതെ അതെ. ഓക്കെ. അല്ല, മോഹൻ വർഗീസ് സാറ് കാര്യങ്ങൾ വളരെ വ്യക്തമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞ അവസാനം വെച്ചത് വളരെ കൃത്യമാണ്. അദ്ദേഹം ഒരു ശരീരഭാഷയെപ്പറ്റി, അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൻപുറത്ത് ലക്ഷണമൊത്ത അഴിമതിക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനെ പറ്റി സാധാരണ പറയല്ലേ. ശരിക്കും അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കമല്ലിത്. ലക്ഷണമൊത്ത അഴിമതിക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു പരിണാമം കേജ്രിവാളിന് സംഭവിച്ചു എന്നുള്ളതാണ് മോഹൻ വർഗീസ് സാർ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇതൊരു മെയ്വഴക്കമല്ല. താങ്കൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഈ 6 മാസം ജയിലിൽ കിടന്നിട്ട് പുറത്ത് വന്നിട്ട് ഇപ്പോൾ രാജിവെക്കുമ്പോൾ ഇത് എങ്ങനെ അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ജനങ്ങളോട്, അല്ലെങ്കിൽ ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലുള്ള ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും? നിവൃത്തികേട് കൊണ്ട് രാജിവെച്ചതാണെന്നുള്ളത് ആർക്കാ അറിയാൻ സാധിക്കാത്തത്? ഒരു പതിറ്റാണ്ടുകളായി കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ അഴിമതിയുടെ കാര്യത്തിലായാലും മറ്റവരുടെ നേതാക്കന്മാർ പാർട്ടി വിട്ടുപോകുന്ന കാര്യത്തിൽ ചെന്നുപെട്ട ഒരവസ്ഥയുണ്ട് രാജ്യത്ത്. ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് 10 കൊല്ലം കൊണ്ട് ആം ആദ്മി പാർട്ടി ചെന്നിരിക്കുക. എൻ്റെ കയ്യിലൊരു കണക്കുണ്ട് സ്മൃതി. നമുക്കറിയാം, ആദ്യം ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞത് അണ്ണാ ഹസാരെയാണ്. അതിനുശേഷം പ്രശാന്ത് ഭൂഷൺ, യോഗേന്ദ്ര യാദവ്, കപിൽ മിശ്ര, നിർമ്മൽ സിംഗ്, ചിത്രാ സവർണ, സ്വാതി മാലിവാൾ MP, നമുക്കറിയാം കഴിഞ്ഞിടയ്ക്ക് തന്നെ കിരൺ ബേദി, സന്തോഷ് ഹെഗ്ഡെ, എത്രയോ പേര് തോളോട് തോളതിരുന്ന് അണ്ണാ ഹസാരോടുകൂടി കൂടെ ഈ അഴിമതിക്കെതിരെ സമരം, ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി പിന്നീട് ആം ആദ്മി പാർട്ടി സജീവമായി ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു. ഏതാണ്ട് മിക്കവാറും മുഴുവൻ പേരും പാർട്ടി വിട്ടു പോയില്ലേ. ഇന്നിപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിക്കില്ല എന്ന് ഉത്തമ ബോധ്യം വരുമ്പോൾ രാജിവെച്ചിട്ട് ഞാനിതാ തിരിച്ചു വരും. ഇദ്ദേഹത്തിന് ഒരു തമാശയോടെ പറഞ്ഞു, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കേട്ടു. എന്താ അദ്ദേഹം പറഞ്ഞത്? മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹം രാജിവെച്ചിട്ട് പുതിയ മുഖ്യമന്ത്രിയെ നിയമിക്കുകയും ചെയ്തു. മാന്യതയുണ്ടെങ്കിൽ നിയമസഭ പിരിച്ചുവിടണ്ടേ? അതിന് ഗവർണറോട് പറയണ്ടേ നിയമസഭ പിരിച്ചുവിടാൻ? എന്നിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകണ്ടേ? എന്നിട്ട് വേണ്ടേ ഈ വീരവാദം പഴക്കാനായി ഞാൻ തിരിച്ചു വരുമെന്ന്? അതിനുള്ള ആർജവമില്ല കേജ്രിവാളിന്. കാരണം കേജ്രിവാളിന് നല്ല ബോധ്യമുണ്ട്, ഇപ്പോൾ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ വലിയ സമ്പൂർണ്ണമായ പരാജയം നേരിടേണ്ടി വരും. അദ്ദേഹം നിവൃത്തിയില്ലാതെ, അദ്ദേഹത്തിന് വലിയ യോജിപ്പില്ലെങ്കിൽ കൂടിയും, ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയെ തന്നെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അദ്ദേഹം നാളുകൾ തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ആർജവമുണ്ടെങ്കിൽ നിയമസഭ പിരിച്ചു വിട്ടിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയേണ്ടതിന് പകരം എന്നിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സൂചിപ്പിച്ച് മോദിയൊക്കെ വെല്ലുവിളിക്കുന്ന അദ്ദേഹം ഞാൻ കണ്ടു. അതിനൊന്നും തെറ്റില്ല, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ആവാം.
പക്ഷേ നരേന്ദ്രമോദിയും കെജ്രിവാളിനെയൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അത് വേണമെന്ന് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. കാരണം ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകി ഈ രാജ്യത്ത് വരികയും ഇന്നിപ്പോൾ അത് തകർന്ന് തരിപ്പണമായി വരാൻ പോകുന്ന നാളുകളിൽ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വന്ന അഴിമതിക്കെതിരെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാർട്ടി അതിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് സാഹചര്യം. കേരളത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസും CPM പോലുള്ള പാർട്ടികൾ ഇന്നലകളിൽ അവർ ആം ആദ്മി പാർട്ടിയെ പറ്റി പറഞ്ഞതിലും ഉയർത്തിക്കാട്ടിയതിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ കേരളം ഉൾപ്പെടെ സംസാരിച്ചതിൽ അവർ പരസ്യമായി ഈ രാജ്യത്തെ ജനങ്ങളോട് ക്ഷമ പറയുകയുമാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് BJPക്കുള്ളത്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, താങ്കൾക്ക് മറുപടി പറയാം. അതോടൊപ്പം തന്നെ കേജ്രിവാൾ രാജിവെച്ചാലും ഭരിക്കുക കേജ്രിവാൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ടല്ലോ. നേരത്തെ ആപ്പ് വിട്ടുപോയ നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. താൻ പറഞ്ഞതിനപ്പുറം നീങ്ങുന്ന ഒരു നേതാവിനെയും സഹിക്കില്ല കേജ്രിവാൾ എന്നുള്ളത്. അപ്പോൾ അതിശിയാണെങ്കിൽ കേജ്രിവാൾ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാകും. അതുകൊണ്ട് ആ രൂപത്തിൽ ഒരാൾ നിൽക്കുന്നു, വേറൊരു പേര് വരുന്നു എന്നതിനപ്പുറം കേജ്രിവാൾ തന്നെയാണ് ഭരിക്കുക എന്ന രൂപത്തിലും അതിനെ കാണുന്നവരുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യം ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നാണ്. അത് കേജ്രിവാളല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലോ തീരുമാനിക്കുന്നത്. അദ്ദേഹം ബോധ്യപ്പെടുത്തിക്കോളും. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിന്നെ കുറെ ലിസ്റ്റ് പറഞ്ഞു, സ്വാതി മലിവാൾ, അങ്ങനെ കുറെ ലിസ്റ്റ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാജ്പേയി, അദ്വാനി, മുരളി മനോഹർ ജോഷി, എന്തിന് യോഗി ആദിത്യനാഥ് അവനെ വിളിച്ചു വരുത്തി നിങ്ങൾ ശാസിച്ചു. കാര്യം എന്താണ്? പ്രശ്നമായി. അപ്പൊ ആ ലിസ്റ്റുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലല്ല, BJP ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ സമയത്ത് ഞാൻ മിണ്ടിയില്ലല്ലോ സാർ. പിന്നെ അപ്പൊ മിണ്ടായിരിക്കും, അതല്ല അതിന് മാന്യം. നിങ്ങൾ രാഷ്ട്രീയ നിങ്ങൾ മിണ്ടായിരിക്കും സാർ, അതല്ലേ മാന്യത. മാന്യത കാണിക്കും പ്ലീസ്. നിങ്ങൾ അതിന്റെ സാമാന്യ മര്യാദ കാണിക്കും പ്ലീസ്. ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ മിണ്ടുമ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പം ഈ പറയുന്നത് പോലെ പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയധാർമ്മ എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ പറയുന്ന കേൾക്കൂ പ്ലീസ്. നിങ്ങൾ കേൾക്കാൻ ക്ഷമ കാണിക്കൂ. നിങ്ങൾ പ്രജ്വൽ രേവണ്ണ ബലാത്സംഗ കേസിൽ വലിയ തോതിൽ കേസിൽപ്പെട്ട സമയത്ത് വന്ന് എന്റെ മകൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ്. നിങ്ങളുടെ നരേന്ദ്രമോദി ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ സമയത്ത് 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് 400ലേക്ക് എത്തത്തില്ലെന്ന് കണ്ടപ്പോൾ അങ്ങ് മേലോട്ട് പോയിട്ട് അങ്ങ് ഉത്തരേന്ത്യയിൽ പോയിട്ട് മംഗൽസൂത്രത്തെ പറ്റിയും പിന്നെ ഇവിടെ ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ മുസ്ലിംസിന് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന വർഗീയ പരാമർശം നടത്തുകയും അത് വലിയ ചർച്ചയായപ്പോൾ എവിടെ പോയി കണ്ണ് തുടച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലാത്തവർ കരയൊക്കെ ചെയ്ത കാപട്യവും ഡ്രാമയൊന്നും കേജ്രിവാൾ ഇറക്കിയിട്ടില്ല. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികത നിങ്ങൾ എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ഇരയ്ക്കൊപ്പം വേട്ടക്കാർക്കും ഒരേപോലെ ഓടുന്ന വ്യക്തിയാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിയെ പ്രകീർത്തിക്കുന്നൊപ്പം മഹാത്മാഗാന്ധിയെ കൊന്നവരെ, അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിച്ചവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അവരുടെ ഛായാചിത്രം പാർലമെന്റിൽ സ്ഥാപിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ച പൂനം പാണ്ഡെ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭ നേതാവിനെ ചേർത്ത് പിടിച്ചവരാണ്. നിങ്ങൾ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നവരെ പാർലമെന്റിൽ സീറ്റ് കൊടുത്തവരാണ്. അപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഒരു ധാർമ്മികതയില്ല. കേജ്രിവാളിനെതിരെ പറയാൻ പറ്റുന്ന അഴിമതിയാണ്. ഇപ്പോഴും ഞങ്ങളെ ബന്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംവിധാനത്തിലും ആ നേതാക്കന്മാരെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആ ആശയത്തെ അതുപോലെ സംഘപരിവാർ ശക്തി എന്ന് പറയുന്നത് ഒരു സംശയമില്ലെന്നേ. അതിനെന്താ ഓൺ ചെയ്യല്ലേ? എന്താ സ്റ്റേറ്റ്മെന്റ്? എന്താ പ്രശ്നം എന്താ? ഹിന്ദു മഹാസഭ ഞാൻ പറയാണ്. വേട്ടക്കാരൊപ്പം നിൽക്കുകയും ചെയ്യുന്ന BJPക്ക് കേജ്രിവാളിന്റെ ധാർമ്മികതയെ പറ്റി പറയാൻ എന്ത് മാന്യതയാണ്, എന്ത് മര്യാദയാണ്? കേജ്രിവാൾ ആകെയുള്ള വിഷയം എന്താണ്? ആം ആദ്മി മദ്യ അഴിമതി കേസിൽ ഉൾപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്ന ആക്ഷേപം. ഈ രാഷ്ട്രീയപരമായി അഴിമതി അല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ആ രാഷ്ട്രീയ അഴിമതി എന്ന് പറയുന്നത് പൊട്ടിപ്പോകുന്ന കേസാണെന്ന് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ചർച്ചയും ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കാനൊന്നും വരേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന പ്രായത്തിന്റെ വ്യത്യാസം, പ്രായത്തിന്റെ കണക്ക് വെച്ച് നിങ്ങൾ എല്ലാവരെയും പിന്നെ നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വെല്ലുവിളിക്കുന്നില്ല. എങ്ങനെ വെല്ലുവിളിക്കാൻ സാധിക്കും? കാരണം നിങ്ങൾ തട്ടിക്കളയും, നിങ്ങൾ കൊന്നുകളയും, നിങ്ങൾ അത്ര ശക്തരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ ധാർമ്മികത പഠിപ്പിക്കാനൊന്നും വരണ്ട. എന്താ നിങ്ങളുടെ ചോദ്യം എന്താ? ശരി 30 സെക്കൻഡേ ഉള്ളൂ, പെട്ടെന്ന് പറയണം. ചോദ്യം എന്താ? ഗാന്ധി വധവുമായി നിങ്ങൾക്ക് ബന്ധമില്ലെന്നാണോ? RSSകാരെ തള്ളിപ്പറയാമോ? ഹിന്ദു മഹാസഭയെ തള്ളിപ്പറയാമോ? ഇവിടെ തള്ളിപ്പറയാമോ? അല്ല സാർ, താങ്കൾക്ക് ഇത് പറയാം.
ഇത് കോടതികൾ പോലും ഈ കാര്യത്തിൽ കോടതികളിൽ പോയി മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ശരി, ഗാന്ധിയെ വെടിവെച്ച് കൊന്നതല്ല, ഗാന്ധി ഹൃദയാഘാതം വന്ന് മരിച്ചതാണ്. ശരി, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നാളെ കേജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറെ കാണാൻ പോകുന്നു. അതിനുശേഷം അദ്ദേഹം എന്തൊക്കെ പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിഷിയാണോ അതോ മറ്റേതെങ്കിലും പേര് വരുമോ? പിന്നാമ്പുറത്തിരുന്ന് പിൻസി ഡ്രൈവിംഗ് ആണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ കാണാം. ഡൽഹി രാഷ്ട്രീയം, ഹരിയാന തെരഞ്ഞെടുപ്പിൽ എന്താണ് ആ പിന്നെ നിലപാട്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. വളരെ നമ്മുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ഡോക്ടർ GV ഹരി, ഷാജി രാഘവൻ, ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്